everyone, NTA UGC in December 2021 and June 2022 merge cyclesലെ commerce shift 1ൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1ലെ ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻസിന് കൊടുത്തിട്ടുള്ള ഉത്തരങ്ങളും അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണിത്. ഇതിനു മുമ്പ് എക്കണോമിക്സിന്റെയും അതോടൊപ്പം തന്നെ കൊമേഴ്സിന്റെ ഷിഫ്റ്റ് 2വിലെയും ചോദ്യങ്ങൾ ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. കൃത്യമായിട്ട് ചോദ്യങ്ങളുടെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എന്താണ്, അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഏരിയാസ് ഏതൊക്കെയാണ്, ഈ രീതിയിലുള്ള ഒരു ഓവറോൾ അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കൊമേഴ്സിൻ്റെ ഒന്നാമത്തെ ഷിഫ്റ്റ് 1ൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1ലെ ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീഴിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഷിഫ്റ്റിലെ പേപ്പർ 1 മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത്ര ഈസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നില്ല. പേപ്പർ 1 മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പേപ്പർ 1 ആൻഡ് ഓൾസോ ദി റൈറ്റ് ആൻസേഴ്സ് ഗിവൻ ഇൻ ദി ഫൈനൽ ആൻസർ കീ. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. So this is your first question. In classical square of a position, if sum Mrs. P is given as true, then which of the following could be immediately inferred from it? സോ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിംഗിൽ നിന്നായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ ഇതിൻ്റെ ഈ ക്വസ്റ്റനും അതിൻ്റെ ഓപ്ഷൻസും നോക്കിയാൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, സം മിസ്സസ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസിഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയാൽ സം മിസ്സസ് നോട്ട് പി ഇസ് ഫോൾസ്, സം മിസ്സസ് നോട്ട് പി ഇസ് ട്രൂ, നോ എസ് പി ഇസ് ഫോൾസ്, all SSP is undetermined, some Mrs. not P is undetermined. സോ ഈ ചോദ്യം ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവണം. സോ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. സോ ഈ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പഠിക്കുന്ന സമയത്ത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ആ പ്രൊപ്പോസിഷൻസിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ആ പ്രൊപ്പോസിഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 പ്രൊപ്പോസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ചില ടേംസ് കൊടുക്കാൻ സാധിക്കും. കോൺട്രഡിക്ടറീസ് അല്ലെങ്കിൽ കോൺട്രറി, സബ് കോൺട്രറി, സബ് ഓൾട്ടർനേഷൻ, അങ്ങനെ ആ റിലേഷൻഷിപ്പിൻ്റെ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ആ റിലേഷൻഷിപ്പിൻ്റെ നേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയായാൽ മറ്റത് ഉറപ്പായിട്ടും എന്തായിരിക്കും, തെറ്റായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ടൈപ്പ് അത് ട്രൂ ആകുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ നെഗറ്റീവ് എപ്പോഴും ഫോൾസ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ കോൺട്രഡിക്ടറി ടു ഈച്ച് അതർ. സോ ആ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നെയിം ആസ് വെൽ ആസ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യവും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എനിവേ ദ റൈറ്റ് ആൻസർ ഗിവൻ ഇൻ ദ ഫൈനൽ ആൻസർ കീ വാസ് ഓപ്ഷൻ ബി. സി, ഡി ആൻഡ് ഇ ഒള്ളിയാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലിലെ അനാലിസിസ് വീഡിയോസിലും നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. Analogical arguments are deductive in nature, inductive in nature, valid arguments but fallacious, invalid arguments. So types of arguments ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്ങിൽ. നമുക്ക് ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ റീസണിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഡിഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ് ഉണ്ട്, ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റീസണിങ് ഉണ്ട്. സോ ഈ ഒരു ആർഗ്യുമെൻസിൻ്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് അനലോജിക്കൽ ആർഗ്യുമെൻസിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതാണ്. സോ അനലജീസ് അല്ലെങ്കിൽ അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ദറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അനലജീസിനെ കുറിച്ച് സംസാരിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി, ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. Moving to the next question, a fallacy in which the conclusion is stated or assumed within one of the premises is known severally as, and we have the options petitio principii, and then we have irrelevant conclusion, begging the question, fallacy of composition, circular argument. So ഇത് ലോജിക്കൽ റീസണിങ്ങിലെ തന്നെ ഇൻഫോർമൽ ഫാലസിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഫാലസി ഇൻ വിച്ച് ദ കൺക്ലൂഷൻ ഇസ് സ്റ്റേറ്റഡ് ഓർ അസ്യൂംഡ് വിത്തിൻ വൺ ഓഫ് ദ പ്രിമൈസസ്. പ്രിമൈസിൽ തന്നെ കൺക്ലൂഷൻ സ്റ്റേറ്റ് ചെയ്യുകയോ അസ്യൂം ചെയ്യുകയോ ചെയ്യുന്ന ഫാലസീനെ
നമ്മൾ വിളിക്കുന്ന പേരുകൾ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ഇതിനകത്ത് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ഈ ഫാലസീനെ നമുക്ക് 3 പേരുകളിൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. പെറ്റിറ്റിയോ പ്രിൻസിപ്പി അതിൻ്റെ ഒരു ടേം ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻ, സർക്കുലർ ആർഗ്യുമെന്റ്. ഇത് 3ഉം ഒരേ ആശയം തന്നെയാണ്. ഒരേ ആശയത്തിന് അല്ലെങ്കിൽ ഒരേ ഫാലസിയുടെ 3 ടേംസ് ആണ്. സോ ACE ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. A, C and D only is option D. So the right answer is option D itself. Moving to the next question. Given below are 2 statements. One is labeled as assertion A and the other is labeled as reason R. Assertion എന്താ പറയുന്നത്? According to classical Indian school of logic, Nyaya, it is desirable but not necessary to offer an example in a syllogistic argument or inference. Reason says, example shows that there is at least one existent object or case in the world in which the middle and major terms co-exist. So നമ്മൾ ന്യായ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് എന്ന് പറഞ്ഞ ന്യായ ഫിലോസഫിയാണ് അല്ലെങ്കിൽ ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. സോ ആ ഇന്ത്യൻ ലോജിക് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യായ ഫിലോസഫി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ അസേർഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ഓഫർ എൻ എക്സാമ്പിൾ ഇൻ എ സിലോജിസ്റ്റിക് ആർഗ്യുമെന്റ് ഓർ ഇൻഫറൻസ് എന്നാണ്. പക്ഷെ ദാറ്റ് ഇസ് റോങ്. നമ്മൾ ഈ പറയുന്ന ഇൻഫറൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ടൈപ്സ് ഓഫ് ഇൻഫറൻസ് ഇൻ ഇറ്റ് സെൽഫ് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു എക്സ്പെഷ്യലി നമ്മൾ ഇപ്പം പരാർത്ഥാനുമാൻ അതുപോലെ സ്വാർത്ഥാനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചില ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ചില സ്റ്റെപ്സ് ഉണ്ട് എങ്ങനെയാണ് ഒരു ഇൻഫറൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻഫറൻസ് ഡിഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉദാഹരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട നെസസറി ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ഇൻ ദാറ്റ് സെൻസ് അസേർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഒരിക്കലും നമുക്ക് റൈറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഇസ് നോട്ട് നെസസറി എന്നാണ് പറയുന്നത്. So that is wrong. Reason ആയിട്ട് പറയുന്നത് എന്താ? Example shows that there is at least one existent object or case in the world in which the middle and major terms coexist. റീസൺ പറയുന്നതല്ല, എക്സാമ്പിൾ എന്തിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് റീസൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഈ റീസൺ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വി ആർ ട്രൈങ് ടു മേക്ക് അൻ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ നന്നായിട്ട് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റീസൺ ശരിയാണ്, എന്തിനു വേണ്ടി എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. പക്ഷേ അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇത് ഞാൻ വളരെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഐഡിയ ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ജസ്റ്റ് ചോദ്യങ്ങൾ വന്ന ഏരിയാസ് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ പ്രധാനപ്പെട്ട ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റൈറ്റ് ആൻസർ ചെയ്താന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. സോ ഈ ഏരിയാസ് ഒക്കെ ഈ ടൈപ്സ് ഓഫ് ഇൻഫറൻസ്, ആ ഓരോ ഇൻഫറൻസിൻ്റെയും എങ്ങനെയാണ് നമ്മൾ ആ ഇൻഫറൻസ് ഡിഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എനിവേ ഈ ക്വസ്റ്റിന് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? A statement like assertion is not correct but R is correct, reason is correct എന്ന് പറയാം. That is option D. Moving to the next question. An American is told by his friend that Asian buffalo is like bison in such and such respects. When the American visits Asia and comes across a buffalo, he comes to know that the animal seen by him is buffalo. Which of the following means of knowledge, pramana, is used in this instance? സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ഒരു നേച്ചറും ഓപ്ഷൻസും പരിശോധിച്ചാൽ ഇത് ഇന്ത്യൻ ലോജിക്കിലെ പ്രമാണാസ്, വാലിഡ് സോഴ്സസ് ഓഫ് അല്ലെങ്കിൽ വാലിഡ് മീൻസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇവിടെ എന്താ ശരിക്കും ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലേ? അമേരിക്കനോട് ബഫലോ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ആനിമലിനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. സോ ദാറ്റ് അദ്ദേഹം ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത് ബഫലോയെ കാണുമ്പോൾ ഈസിലി ഹി കുഡ് അണ്ടർസ്റ്റാൻഡ്. സോ കമ്പാരിസൺ ആണ്. അപ്പോൾ കമ്പാരിസൺ ഈസ് എ വാലിഡ് മീൻസ് ഓഫ് നോളജ്. കമ്പാരിസൺ നമ്മൾ പറയുന്ന ഇന്ത്യൻ ലോജിക്കിൽ പറയുന്ന പേരെന്താ? ദാറ്റ് ഇസ് ഉപമാൻ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇറ്റ് സെൽഫ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ടീച്ചിങ്ങിൽ നിന്നും ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. So, രണ്ട് statements assertion reason ആണ്. Assertion says teachers must encourage students to ask questions. Reason says asking questions can create curiosity and develop passion for learning. That is true അല്ലേ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. ടീച്ചേഴ്സ് കുട്ടികളെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് എൻകറേജ് ചെയ്യണം. ബിക്കോസ്
അപ്പോൾ നമ്മൾ ഈ റീസൺ, അസേർഷനും റീസണും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അസേർഷനായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു ബിക്കോസ് ചേർത്തിട്ട് നിങ്ങൾ റീസൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ആദ്യം റീസൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതിന് ശേഷം ഒരു ദെയർഫോർ ഇട്ടിട്ട് നിങ്ങൾ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക. ഇത് ഒരു വഴിയാണെങ്കിൽ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് കൃത്യമായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് അത് സെൻസിബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പ്രാക്ടീസും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചേ, ടീച്ചേഴ്സ് മസ്റ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ക്യാൻ ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ആൻഡ് ഡെവലപ്പ് പാഷൻ ഫോർ ലേണിംഗ്. നേരെ തിരിച്ച്, asking questions can create curiosity and develop passion for learning. Therefore, teachers must encourage students to ask questions. So, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന് മാത്രമല്ല, ഇത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതുമാണ്. In that sense, നമുക്ക് എന്ത് പറയാം, both A and R are correct and R is the correct explanation of A. So, the right answer is option A itself. Moving to the next question. Upon completion of academic programs or graduation, what outcomes should the students have attained? And we have the options: program education objectives or program outcomes, lesson outcomes, course outcomes, unit or chapter outcomes. So the right answer for this question is option A, that is program education objectives or program outcomes. അടുത്ത ചോദ്യം, in order to develop a video for MOOC, how much portion of some copyrighted videos allowed to be used as per the fair use guidelines? So ഇത് കുറച്ചും കൂടെ നമുക്ക് യൂഷ്വലി നമ്മൾ ഈ MOOC എന്ന് പറയുന്ന ഏരിയ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു ചോദ്യമായിരുന്നു. എന്തായാലും ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, up to 10% or 3 minutes, whichever is less. Alright, അടുത്ത ചോദ്യം, which of the following model is used for development of e-content for MOOCs on Swayam? So Swayam പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കിയാൽ അവർ യൂസ് ചെയ്യുന്ന മോഡൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. ഇപ്പോൾ സ്വയത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ഐഡിയ ഉണ്ടാവും. ദാറ്റ് ഇസ് 4 ക്വാഡ്രന്റ്. 4 മോഡ്സ് ആണ്, അല്ലെങ്കിൽ 4 ക്വാഡ്രൻസിലാണ് ഈ ഒരു ലേണിംഗ് റിസോഴ്സസ് സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുക. സോ അതിനകത്ത് നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഈ കോണ്ടന്റുകൾ നമുക്ക് ലഭ്യമാണ്, ഈ ട്യൂട്ടോറിയൽസ് നമുക്ക് ലഭ്യമാണ്, അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ഓൾസോ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതിനകത്ത് അവർ എടുക്കുന്നുണ്ട്. എനിവേ, ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ, 4 ക്വാഡ്രന്റ് എന്നുള്ളതാണ് ഉത്തരം. സോ സ്വയം ഇസ് ആക്ച്വലി യൂസിങ് എ 4 ക്വാഡ്രന്റ് മോഡൽ to develop e-content for MOOCs. All right, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which scheme of Ministry of Education, Government of India uses artificial intelligence to make learning more personalized and customized as per requirements of the learners? So ഇത് നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള സാധ്യതകൾ, എസ്പെഷ്യലി ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ലേണേഴ്സിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് പേഴ്സണലൈസ്ഡായി, കസ്റ്റമൈസ്ഡ് ആയി ലേണിങ്ങിനെ മാറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള സ്കീം ഏതാണെന്നാണ് ചോദ്യം. സോ ഇതും ആക്ച്വലി ഒരു ഈസി ക്വസ്റ്റൻ. നമ്മൾ അത്യാവശ്യം ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധ്യതയില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് നീറ്റ്. Moving to the next question, what is Scopus? And we have the option: software to prepare PhD thesis, database containing abstracts and citations of academic journals, agency to fund research and development, plagiarism checking software. ഇതും അത്യാവശ്യം നമുക്ക് പരിചയമുള്ള ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉള്ളവർക്ക് തന്നെ ആൻസർ ചെയ്യാവുന്ന ചോദ്യമായിരുന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഡേറ്റാബേസ് കണ്ടെയ്നിങ് അബ്സ്ട്രാക്ട്സ് ആൻഡ് സൈറ്റേഷൻസ് ഓഫ് അക്കാഡമിക് ജേർണൽസ്. Moving to the next question, given below are 2 statements. Statement 1 says the recommendations of the Radhakrishnan Commission in 1949 resemble those of Calcutta University Commission in 1917. Statement 2 says the recommendations of the Mudaliar Commission in 1953 resemble those of John Surgeon's post-war educational development plan in 1944. So, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്ത് വന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മീഷൻസ്, കമ്മിറ്റീസ്, റിപ്പോർട്ട്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. സോ ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അതുപോലെ മുതലിയാർ കമ്മീഷൻ, അതുപോലെ സർജൻസ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. ആൻഡ് ഓൾസോ അവയർനെസ് മാത്രം പോരാ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ട് അതിനകത്തെ
സജഷൻസിനെ കമ്പയർ ചെയ്തിട്ട് കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആൻസർ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ വന്ന റൈറ്റ് ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are correct. Moving to the next question. Given below are two statements. Statement 1 says, with academic bank of credit facility in place, a student will be able to customize and design own degree, provided 50% of credit are from the higher education institutions awarding the degree. Statement 2 says, credits once used or redeemed by a student cannot be used for any other formal purpose or course waivers. So, ഇത് again higher education related ആയിട്ടുള്ള ഒരു question ആണ്. Academic bank of credit എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വിത്ത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇൻ പ്ലേസ്, സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു കസ്റ്റമൈസ് ആൻഡ് ഡിസൈൻ ഓൺ ഡിഗ്രി പ്രൊവൈഡഡ് 50% ഓഫ് ക്രെഡിറ്റ് ആർ ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവാർഡിംഗ് ദ ഡിഗ്രി. ആൻഡ് ഒരിക്കൽ നമ്മൾ റിഡീം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ്സ് പിന്നീട് നമുക്ക് ഫോർമൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Moving to the next question. In a state government university or central university, recommendation of the selection committee for the requirement of the faculty is approved by them. So the right answer is option B, executive council ആണ്. ചോദ്യം മനസ്സിലായല്ലോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. റെക്കമെൻഡേഷൻ ഓഫ് ദി സെലക്ഷൻ കമ്മിറ്റി ഫോർ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഫാക്കൽറ്റി ഇസ് അപ്രൂവ്ഡ് ബൈ ദി എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദി യൂണിവേഴ്സിറ്റി. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, which of the following university is an institute of eminence? And we have various options given here. Central University of Gujarat, University of Hyderabad, Tezpur University, Jamia Millia Islamia. So ഇതിന്റെ റൈറ്റ് ആൻസർ ഒരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്ന റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. Moving to the next question, environmental education encompasses the issues of, and we have the options resource consumption, environmental degradation, biodiversity loss, economic empowerment, climate change and its impact. So environmental education ഏതൊക്കെ ഇഷ്യൂസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. So the right answer is A, B, C and E. Economic empowerment എന്നുള്ള ഓപ്ഷൻ ഡി ഒഴികെയുള്ള ബാക്കി ഓപ്ഷൻസ് എല്ലാം എൻവയൺമെന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻവയൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, which of the following peripheral devices are considered as only input devices? Obviously ഇത് വന്നിരിക്കുന്ന ഏരിയ ICT ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. മൈക്രോഫോൺ, പ്രൊജക്ടർ, ജോയ്സ്റ്റിക്, സ്കാനർ ആൻഡ് ട്രാക്ക് ബോൾ. സോ ഒബ്വിയസ്ലി ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡിവൈസസ് അങ്ങ് കളഞ്ഞാൽ മതിയായിരിക്കും അല്ലേ. സോ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നത്? എ എടുക്കാം, സി എടുക്കാം, then we can choose D and also E. പ്രൊജക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. പ്രൊജക്ടർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം യു ക്യാൻ ജസ്റ്റ് go picking out the other option, other 4 options. So that is option A. അടുത്ത ചോദ്യം, a company's word process daily report contains a graph from a spreadsheet. The report needs to display the most recent information from the spreadsheet. What feature should be used to insert the most up-to-date graph? So ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വേർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പൊതുവെ ചോദ്യങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. സോ ആ രീതിയിലുള്ളൊരു ചോദ്യം തന്നെയാണ് ഇതും. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ലിങ്കിങ് ആൻഡ് എംബഡിങ് ആണ്. അടുത്ത ചോദ്യം, വിത്ത് റെസ്പെക്ട് ടു ദ കമ്പ്യൂട്ടേഴ്സ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് കംപ്രസിങ് എ ഡേറ്റ ഫയൽ? ഒരു ഡേറ്റ ഫയൽ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കാം. ടു എൻക്രിപ്റ്റ് ദ ഡേറ്റ, ടു ഓക്കുപ്പൈ ലെസ് സ്റ്റോറേജ് സ്പേസ്, ടു ഇൻക്രീസ് ട്രാൻസ്മിഷൻ ടൈം ഓവർ എ നെറ്റ്വർക്ക്, ടു അലൗ ദ ഫയൽ ടു ബി റെഡ് ബൈ എ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്. സോ ഇതും അത്യാവശ്യം നമുക്കൊരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ചോദ്യമുള്ളൂ. കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ടു ഓക്യുപ്പൈ ലെസ് സ്റ്റോറേജ് സ്പേസ്, അതിൻ്റെ ആ ഒരു സൈസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. സോ ദാറ്റ് ഇറ്റ് ഓക്യുപ്പൈസ് ഓൺലി ലെസ് സ്റ്റോറേജ് സ്പേസ് അല്ലേ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വൈറസ് ഓർ ഡിസ്ട്രക്റ്റീവ് സോഫ്റ്റ്വെയർ കുഡ് അപ്പിയർ ടു ബി യൂസ്ഫുൾ ബട്ട് വിൽ ആക്ച്വലി കോസ് ഡാമേജ് വൺസ് ഇൻസ്റ്റാൾഡ് ഓർ റൺ ബൈ എ യൂസർ? ഇപ്പോൾ ഈ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെട്ടുകളും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരു വൈറസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സോഫ്റ്റ്വെയർ അത് കാണുമ്പോൾ നമുക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി അത് മലീഷ്യസ് ആയിട്ടുള്ള ഒരു
സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വൈറസ് അല്ലെങ്കിൽ ആ ഡിസ്ട്രക്റ്റീവ് സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരെന്താണ്? സോ ദാറ്റ് ഈസ് ട്രോജൻ ഹോഴ്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെറ്റ് ആണിത്. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് ഈ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ തന്നെ നെറ്റ്വർക്ക് റിലേറ്റഡ് ത്രെറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് നിങ്ങൾ പഠിക്കുന്നതാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, വൺ ഇസ് ലേബിൾഡ് as assertion A and the other is labeled as reason R. Assertion എന്താ പറയുന്നത്? Static RAM is typically used for PC's main memory while dynamic RAM is used for CPU cache. Reason says static RAM is faster and more expensive than dynamic RAM. അപ്പോൾ ഈ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റാം, റോം, ക്യാഷ് മെമ്മറി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. A is false but R is true. Moving to the next question, what is the correct chronological order of sequence from older to newer of the following agreements, submitted protocols? So എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? Obviously people, development and environment. സോ ഈ മൊഡ്യൂള് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള എഗ്രിമെൻറ്റ്സും കാര്യങ്ങൾ, കൺവെൻഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് ദാറ്റ് ടു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ബി ഇറ്റ് ദീസ് കൺവെൻഷൻസ് ഓർ എഗ്രിമെൻറ്റ്സ് ഇതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ മുമ്പേ പറഞ്ഞ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് കമ്മീഷൻസ്, കമ്മിറ്റീസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ്, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ അറിയാം എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് വന്നിട്ടുള്ള ഇയർ വെച്ചിട്ട് തന്നെ അത് പഠിച്ചു വെച്ചാൽ ഈ ക്രൊണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവിൽ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഈ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഒക്കെ കൃത്യമായിട്ട് ആ ഓർഡറിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇതിന് ഇയറൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റിയാൽ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിലെങ്കിലും ഈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്, സബ്മിറ്റ്സ്, പ്രോട്ടോകോൾസ് ഒക്കെ ഓർക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പാരീസ് എഗ്രിമെൻറ്റ് ഉണ്ട്, മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്, റിയോ സബ്മിറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് ഏറ്റവും പഴയത് അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. സോ മോൺട്രിയൽ പ്രോട്ടോകോൾ നമുക്ക് ആദ്യം പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് സീക്വൻസ് ഫ്രം ഓൾഡർ ടു ന്യൂവർ ആണ്. സോ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പാരീസ് എഗ്രിമെൻ്റ് ആണ്. സോ ആദ്യം ബി വരണം, പിന്നീട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? പാരീസ് എഗ്രിമെൻറ്റ്, ദാറ്റ് ഇസ് എ. ഇനി അതിനുശേഷമുള്ള ഓപ്ഷൻസ് നോക്കിയാൽ ക്യോട്ടോ പ്രോട്ടോക്കോളും ഉണ്ട്, റിയോ സബ്മിറ്റും ഉണ്ട്. ഇതിനകത്ത് ആദ്യം വരാൻ സാധ്യതയുള്ളത് ഏതാ? റിയോ സബ്മിറ്റ് ആണ്. സോ ബി, ഡി, സി, എ എന്നാണ് നമുക്ക് ഓപ്ഷൻ എടുക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ എന്താ? മോൺട്രിയൽ പ്രോട്ടോകോൾ ആദ്യം വരണം, അതിനുശേഷം റിയോ സബ്മിറ്റ്, ദെൻ വി ഹാവ് ക്യോട്ടോ പ്രോട്ടോകോൾ, ദെൻ വി ഹാവ് പാരീസ് എഗ്രിമെൻറ്റ്. സോ ബി, ദെൻ വി ഹാവ് ഡി, ദെൻ വി ഹാവ് സി ആൻഡ് ഫൈനലി എ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, given below are two statements, one is labeled as assertion A and the other is labeled as reason R. Assertion എന്താ പറയുന്നത്? Hybrid electric vehicles fuel running cost is lesser than electric vehicles. Reason R says hybrid electric vehicles have both an internal combustion engine and an onboard electric power generation system. So ഇത് നമുക്ക് പൊതുവിൽ നമുക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ, ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്തായിരുന്നു? ഫൈനൽ ആൻസർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. എ ഈസ് നോട്ട് കറക്റ്റ്. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഫ്യൂൽ റണ്ണിംഗ് കോസ്റ്റ് ഇസ് ലെസ് ദാൻ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ളത് തെറ്റാണ്. പക്ഷേ ആറ് ശരിയാണ്. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇറ്റ് ഹാവ് ബോത്ത് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആൻഡ് ആൻ ഓൺ ബോർഡ് ഇലക്ട്രിക് പവർ ജനറേഷൻ സിസ്റ്റം. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പം എ എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണ്, ബട്ട് ആർ ഇസ് കറക്റ്റ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു നോയ്സ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ഇൻ ഇന്ത്യ, നോയ്സ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡ്യൂറിങ് നൈറ്റ് ടൈം മസ്റ്റ് നോട്ട് എക്സീഡ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മൾ ഈ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് പഠിക്കുമ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഉണ്ടല്ലേ, ഇപ്പം സോയിൽ അല്ലെങ്കിൽ വാട്ടർ, എയർ, നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ നോയ്സ് പൊല്യൂഷനിൽ തന്നെ ഈ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ഇൻ ഇന്ത്യ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്ഥലങ്ങളെ തിരിക്കാനായിട്ട് സാധിക്കും. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സോൺസ് ഉണ്ട്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള സോൺസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സോൺസ് ഉണ്ട്, അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ടുള്ള സോൺസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ കൃത്യമായി ഡേ ടൈമിലും നൈറ്റ് ടൈമിലും എത്ര വരെ നോയ്സ് ആവാം
എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള കണക്കുകൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭാഗമായിട്ട് വരും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു നോയ്സ് ലിമിറ്റ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നോയ്സ് ലിമിറ്റ് ബോത്ത് ഇൻ ഡേ ടൈം ആസ് വെൽ ആസ് ഇൻ നൈറ്റ് ടൈം, അത് ഓർക്കുക. ഈ 4 സോൺസ് ഏതാന്നൊക്കെ ഉള്ളത് നോക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് അറിയാമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി ഈസി ക്വസ്റ്റൻ. അത് അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 40 decibel. Moving to the next question, the highest non-zero dose at which no toxic effect is observed in a study on animals is called. ഓക്കെ, അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് അത്ര പരിചയം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല, അറിയാവുന്നവരുണ്ടാവാം. പക്ഷേ സ്റ്റിൽ ഒരു ജനറൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മേ ബി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Moving to the next question, the percentage increase in carbon dioxide concentration in atmosphere from pre-industrial times is approximately. So, this is a factual question. The right answer is option B, 50%. Moving to the next question, we will look at communication in the module. Effective classroom communication will enable efficient teaching, interest in learning, minimal assessment, interaction between teachers and students, teacher-centric behavior. So, this is the options of idea. So, effective classroom communication merits teacher-centric behavior. Teachers and students involved in the process of effective classroom communication. So, this option we eliminate. Then we option interaction between teachers and students. Obviously, teacher and student interaction is effective classroom communication. So, what we do? This option is D option combination. So, the option
ഈ പറയുന്ന ഡി ഓപ്ഷനും ഇല്ല, ഈ ഓപ്ഷനും ഇല്ല. അപ്പം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് ഈ ഓപ്ഷൻ ഉണ്ടാവരുത്, ഡി ഓപ്ഷൻ ഉണ്ടാവണം. സോ അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് ഡിയും ഇയും ഉണ്ട്, അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ അഗെയിൻ ഡിയും ഇയും ഉണ്ട്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവസാനത്തെ ഓപ്ഷൻ നോക്കിയാൽ എ ബി ഡി, അവിടെ എന്താ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ അവിടെ സാറ്റിസ്ഫൈങ് ആണ്. ഡി ഓപ്ഷനും ഉണ്ട്, ഈ ഓപ്ഷൻ ഇല്ല. സോ എ ബി ഡി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കണം അല്ലേ. എഫിഷ്യൻറ്റ് ടീച്ചിങ്, ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ഒബ്വിയസ്ലി അതും ഉണ്ടാവും, ആൻഡ് ഓൾസോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ കോമ്പിനേഷൻസ് എടുക്കാനായിട്ട് ഈസിലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. നമുക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഓപ്ഷനായി വരില്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഉത്തരമായി വരില്ല എന്ന് തോന്നുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, എടുക്കാം. സോ ഇൻ ദാറ്റ് കേസ് വി കെൻ സേ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ദ മോഡേൺ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ ഇസ് പ്രൊപ്പൽഡ് ബൈ, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് കോൾഡ് വാർ പ്രൊപ്പഗൻഡ, ഇന്റർനാഷണൽ കൊമേഴ്സ്, ടെക്നോളജിക്കൽ കൺവെർജൻസ്, ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. സോ മോഡേൺ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ ഇസ് പ്രൊപ്പൽഡ് ബൈ ഓപ്ഷൻ സി, ടെക്നോളജിക്കൽ കൺവെർജൻസ്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ, നോളജ് ഇസ് എ ഫോം ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ ഫോർ ഓൾ പ്രാക്ടിക്കൽ purposes, and statement 2 says communication media make cultural capital a form of illimitable property. So ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, which of the following are barriers to understand the communicated messages? ഈ barriers to effective communication again വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിൽ തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു ഏതെങ്കിലും രീതിയിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസീവറിലേക്ക് എത്തുന്നതിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബാരിയേഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇവിടെ നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഇമോഷണൽ ക്വസ്റ്റ്യൻ, ജാർഗൻ, പേഴ്സണൽ സ്പേസ്, പ്രീ ജഡ്ജ്മെന്റ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനായിട്ട് അവർ എടുത്തിരിക്കുന്ന ഫൈനൽ ഓപ്ഷനായിട്ട് എടുത്തിരിക്കുന്ന ജാർഗൻ, ദെൻ വി ഹാവ് പ്രീ ജഡ്ജ്മെന്റ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ഇത്രയുമാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. Then we have a match the following question. In list 1 we have the concept of presentation, and list 2 we have the characteristics. ടെക്സ്റ്റിനകത്ത് നമുക്ക് ഒന്നാമത്തെ ലിസ്റ്റിന് ടെക്സ്റ്റ് ഉണ്ട്, ഡിസ്കോഴ്സ് ഉണ്ട്, കൊണറ്റേഷൻ ഉണ്ട്, മിത്ത് ഉണ്ട്. ലിസ്റ്റ് 2ൽ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്, ഓർഡർ ഓഫ് സിഗ്നിഫിക്കേഷൻ, സബ്ജക്റ്റീവ് ഇൻവെൻഷൻ, മൈക്രോ ഡേറ്റ ആൻഡ് മാക്രോ എക്സ്ചേഞ്ച്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ടെക്സ്റ്റ് എന്ന് പറയുന്നത് we can associate it with micro data, discourse can be associated with macro exchange, connotation can be associated with order of signification, and the myth can be associated with subjective invention. So the right answer is option C. അടുത്ത ചോദ്യം, ഇനി നമ്മൾ റിസർച്ച് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ദി അഡ്വാൻറ്റേജസ് ഓഫ് റിസർച്ച് ബേസ്ഡ് ഓൺ ഫീൽഡ് എക്സ്പെരിമെന്റ്സ് ആർ, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് എ സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി, സബ്ജക്ട്സ് ബിഹേവ് നോർമലി ആൻഡ് നാച്ചുറലി, the experiment takes place in a natural setting, generation of primary data, non-requirement of elaborate logistics. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫീൽഡ് എക്സ്പെരിമെന്റ്സ്, നമ്മളൊരു റിസർച്ച് ഫീൽഡ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഫീൽഡ് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ ഏതൊക്കെ നമുക്ക് എടുക്കാം. സബ്ജക്ട്സ് ബിഹേവ് നോർമലി ആൻഡ് നാച്ചുറലി, സോ അവരുടെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ചെന്നിട്ടാണ് കാര്യങ്ങൾ പഠിക്കുക. സോ വി ക്യാൻ ഗെറ്റ് അവരുടെ ഒരു സാധാരണ രീതിയിലുള്ള അവരുടെ ഒരു നോർമൽ ലിവിങ് അല്ലെങ്കിൽ ബിഹേവിയർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. Then we have the experiment takes place in natural setting, that is again true, and also option D, generation of primary data. നമ്മൾ അവിടെ ചെന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നല്ല നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന, വി ആർ ഗോയിങ് ഡയറക്ട്ലി ടു ദാറ്റ് പ്ലേസിൽ അവിടെ ചെന്നിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. സോ പ്രൈമറി ഡേറ്റ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ബി, സി ആൻഡ് ഡി ഓൺലി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഹൈപ്പോത്തസിസ് ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റീവ് ടു നൾ ഹൈപ്പോത്തസിസ് ഇസ് റെപ്രസെന്റഡ് ആസ്. സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത്യാവശ്യം റിസർച്ചിനെ കുറിച്ചൊരു ധാരണയുള്ള ആർക്കും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, H1 എന്നുള്ളത് നമുക്ക് എടുക്കാം. അടുത്ത ചോദ്യം, when the subjects of a research change or improve their behavior not due to changes in experimental stimulus, it is called. So various effectsനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇഫക്ട്സ് ഒക്കെ എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, when the subjects of a research change or improve their behavior not due to changes in experimental stimulus. So the right answer for this question is option A, that is the Hawthorne effect.
Moving to the next question, the social science research which is data based has been associated with. So ഇതിനകത്ത് social science research എന്നുള്ള ടേം അവിടെ തന്നിട്ടുണ്ട്. പക്ഷെ at the same time ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, പോസിറ്റിവിസ്റ്റ് ഫിലോസഫി. Moving to the next question, unscramble the strings below to create a meaningful word and then find the odd one out. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം എന്താ, നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ ഇങ്ങനെ മിസ്പ്ലേസ്ഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വാക്കുകൾ എന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തെ ഓപ്ഷൻ ഡി, ഇപ്പോൾ LCUOD എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അതിനെ അൺസ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ വേർഡ് ആക്കിയാൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ക്ലൗഡ്. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൃത്യമായിട്ട് ഒരു മീനിങ് ഫുൾ വേർഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം ഇതിനകത്തു നിന്നുള്ള ഓഡ് വൺ ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇതായിരുന്നു ചോദ്യം. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ഡി. സോ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഏരിയാസ് ഒന്ന് ഐഡന്റിഫൈയും റൈറ്റ് ആൻസേഴ്സ് നോക്കും. കാൽക്കുലേഷൻ പാർട്ടിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. സോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിലും നിങ്ങൾക്കത് അറിയാം. നമ്മൾ ആ ഏരിയാസ് എന്താണ്, അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണെന്നുള്ളത് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള സെഷൻസിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് സിമിലർ ടു ദ സെറ്റ് 31, 19, 41 ഔട്ട് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ചില സെറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ സെറ്റ് 31, 19, 41 എന്നുള്ളൊരു സെറ്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു സെറ്റ് കോമ്പിനേഷൻസ് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. എനിവേ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡി ഒള്ളി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 persons went to a hotel for a dinner. 5 of them spent rupees 150 each on their meals, while the 6th person spent rupees 80 more than the average expenditure of all the 6 persons. What is the total money spent by all the 6 persons? സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, ഇതും ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താണ്, 6 ആളുകൾ ഒന്നിച്ചൊരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ അതിനകത്ത് 5 of them spent rupees 150 each on their meals. അതിനകത്ത് 5 പേര് 150 രൂപ വീതം അവരുടെ ആ ഫുഡിനുള്ള ബില്ല് പേ ചെയ്യാനായിട്ട് പൈസ ഇട്ടു. But the 6th person spent rupees 80 more than the average expenditure of all the 6 persons. സോ ആ 6 ആളുകളുടെ ആവറേജ് എക്സ്പെൻഡിച്ചറിനേക്കാളും 80 രൂപ കൂടുതലാണ് 6ാമത്തെ ആളിട്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ മണി സ്പെൻഡ് ബൈ ഓൾ ദ 6 persons എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ A. Moving to the next question, what shall be the value when 0.07 is divided by 350? നമുക്ക് വേറെ ഓപ്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് are given there. And final answer കീഴിൽ ഉണ്ടായിരുന്ന ഇതിന്റെ റൈറ്റ് ആൻസർ ഏതാണ്, that is option A. Moving to the next question, the selling price of 30 fans is equal to the purchase price of 25 fans. Sorry, the selling price of 30 fans is equal to the purchase price of 25 fans. What is the profit or loss in percentage? So ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ പൊതുവേ നെറ്റിൻ്റെ പല ഷിഫ്റ്റുകളുള്ള പേപ്പർ 1 ചോദ്യങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ചോദ്യങ്ങൾ പൊതുവെ വരാറുണ്ട്. ഇങ്ങനെ 4 ഓപ്ഷനായിട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തന്നിട്ട് ചോദിക്കാറുണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. സോ നിങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ള ചോദ്യങ്ങളാണ്. സോ ആസ് യു ഓൾ നോ, നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഒരു പാസേജ് തരും. അതിന് 5 ചോദ്യങ്ങളായിരിക്കും ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് വരിക. സോ കൃത്യമായിട്ട് പാസേജ് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. സോ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ പാസേജും അതിൻ്റെ ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു കോംപ്രിഹെൻഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ഈ പാസേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇഫ് യു വോണ്ട് ടു റീഡ് ദാറ്റ്, നിങ്ങൾക്ക് ജസ്റ്റ് ഈ പാസേജ് വായിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് റൈറ്റ് ആൻസർ ഏതാണെന്നൊന്ന്
വീഡിയോ വീണ്ടും പ്ലേ ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷനും അതോടൊപ്പം തന്നെ DIയും ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം, ദ പാസേജ് റെക്കഗ്നൈസസ് ദ ഫാക്ട് ദാറ്റ് ഹ്യൂമൻ സോഷ്യബിലിറ്റി ഹാസ് political determinants, rational choice model, integrated collective action, genetic linkage. So the right answer for this question was given as option D, genetic linkage in the final answer key. Adutha chodyam, from the author's point of view, the main characteristic of human society has been anarchic violence, pacific ignorance of one another, ignorance of one another, kinship-based social groups. Then we have calculated individual relations. So the right answer given in the final answer key was option C, kinship-based social groups. Adutha chodyam, human beings did not exist in a pre-social state due to social kinsfolk, human politics across cultures, institutional limitations, absence of individual independence. So the right answer was option A, social kinsfolk. Moving to the next question, the concept of social cooperation involves, and we have the options kin selection, cognitive faculty, emotional detachment and reciprocal altruism. So നമുക്ക് കോമ്പിനേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിന് റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A and D ആണ്. So A and D only is option D. So the right answer is option D itself. So the final question asked from reading comprehension, the shared biological nature of humans influences. And we have the options, the division of social constructs, the nature of institutions in society, the political behavior of people, the formation of social groups. So the final answer key il namukku undayirunna right answer ennu parayna option D aanu, the nature of institutions in society. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഷിഫ്റ്റിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. സോ ഡേറ്റ ഇന്റർപ്രിട്ടേഷന് ബേസിക്കലി 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, തന്നിരിക്കുന്ന ഡേറ്റയെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അത് തന്നിരിക്കുന്ന ഡേറ്റ പെർസെൻറ്റേജിലാണോ, നമ്പറിലാണോ, റേഷ്യോയിലാണോ, അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണ് തന്നിരിക്കുന്നത്, ആ രീതിയിൽ കൃത്യമായി ഡേറ്റ തന്നിരിക്കുന്നതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് കാൽക്കുലേഷൻസിലൂടെ സോർട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്താണ്? ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് എ സെയിൽ ഫിഗേഴ്സ് ഓഫ് 5 different types of batteries in thousands sold by a company during the years 2015 to 2021, year-wise sale of batteries. അപ്പോൾ ഒരു കമ്പനി 2015 മുതൽ 2021 വരെ അവർ സെയിൽ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസിൻ്റെ ഒരു കണക്കാണ്. ദാറ്റ് ഇൻ തൗസൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇയേഴ്സ് ഫ്രം 2015 to 2021 ഉണ്ട്. ടൈപ്സ് ഓഫ് ബാറ്ററി സോൾഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4AH, 7AH, അങ്ങനെ ഓരോ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ടൈപ്പും ഓരോ വർഷവും എത്ര എണ്ണം വിറ്റുപോയി ഇൻ തൗസൻഡ്സ്, അതും കൃത്യമായി ഡേറ്റയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, വാട്ട് വാസ് ദി അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് 55AH ബാറ്ററീസ് ഇൻ 2021 കമ്പയർഡ് ടു ദാറ്റ് ഇൻ 2015. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് പലതവണ നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് പെർസെൻറ്റേജ് ഇൻക്രീസ്, ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ റൈറ്റ് ആൻസർ 34% ആയിരുന്നു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് 35AH ബാറ്ററീസ് സോൾഡ് ഇൻ 2016 and 2020? അത് ഈസി ആണല്ലോ, ജസ്റ്റ് നമ്മൾ ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. 2016ലെയും 2020ലെയും സെൽ ചെയ്തിട്ടുള്ള ബാറ്ററീസിൻ്റെ എണ്ണത്തിൻ്റെ ഡിഫറൻസ്, ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് 35AH ബാറ്ററീസ് സോൾഡ് ഇൻ 2016 and 2020. Again a very easy question. Option D ആണ് റൈറ്റ് ആൻസർ. In case of which type of battery there was a continuous decrease in sales from 2015 to 2020. 2015 മുതൽ 2020 വരെയുള്ള ഡേറ്റ പരിശോധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡിക്രീസ് സെയിലിൽ സംഭവിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ബാറ്ററിക്കാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യാൻ സാധിച്ചാൽ we can answer this question as well. The right answer is option B. അടുത്ത ചോദ്യം, the total sales of all the 7 years is maximum for which type of battery? Again, അത് ജസ്റ്റ് ആഡ് ടോട്ടൽ നോക്കിയാൽ മതി അല്ലേ. ഈ ഓരോ ബാറ്ററിയുടെയും ടോട്ടൽ നോക്കിയിട്ട് ഈ 7 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് ബാറ്ററിയാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ C, 32AH. And then we have the final question from data interpretation and the final question in this shift, that is the percentage of 4AH batteries sold in a given year to the total number of batteries sold in that same year was maximum in the year. And കുറച്ച് ഓപ്ഷൻസ് ഇയേഴ്സിൻ്റെ ഓപ്ഷൻസ് നമുക്കുണ്ട്. The right answer is option D. Alright,
സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കിയത്. ആൻഡ് ഈ ഒരു എൻറ്റയർ വീഡിയോയിൽ കൊമേഴ്സിൻ്റെ ആദ്യത്തെ ഷിഫ്റ്റിലെ ചോദ്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു. സോ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസേഴ്സ് നമ്മളൊന്ന് നോക്കി. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ സെഷനിൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഒക്കെ നമ്മൾ നമ്മുടെ 2 യൂട്യൂബ് ചാനൽസിലായിട്ട് പല ടോപ്പിക്സിനെ കുറിച്ചും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദ അപ്കമിങ് വീഡിയോസ് ഓൾസോ നമ്മളത് തുടർന്ന് ചെയ്യുന്നതായിരിക്കും. സോ ഈ സെഷനിൽ കൊമേഴ്സിൻ്റെ ഷിഫ്റ്റ് 1 ചോദിച്ച പേപ്പർ 1 ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിലെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ജസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത തവണ നമ്മൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയയും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.